നമ്മുടെ ഉണ്ണിക്കണ്ണനെ വെണ്ണയോടുള്ള കൊതി നമുക്ക് എല്ലാവർക്കും അറിയാലേ. എന്തുമാത്രം കുറുമ്പുകളാ ഭഗവാൻ ചെയ്തു കൂട്ടിയിരിക്കുന്നത്. എത്ര എത്ര കുറുമ്പിന്റെ കഥകളാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. എപ്പോഴും ഭഗവാൻ ഇങ്ങനെ ഓരോരോ കുറുമ്പുകൾ കാണിക്കുമ്പോൾ അതിന് പുറകിലെല്ലാം ഭഗവാൻ ഒരു തത്വം കൂടെ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരിക്കും. നമ്മളത് ഭക്തിയോടെ മനസ്സിരുത്തിയിട്ട് ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ അതെല്ലാം നമുക്ക് മനസ്സിലാക്കാനും സാധിക്കും. അപ്പോൾ ഈ വെണ്ണയുടെ പുറകിലുള്ള ഒരു തത്വമുണ്ട്. ഭഗവാനെ വെണ്ണ എന്തുമാത്രം ഇഷ്ടമാണ്, എന്തുകൊണ്ടാണ് അത്രയേറെ ഇഷ്ടം ഭഗവാൻ എന്ന് പറഞ്ഞു തരുന്ന ഒരു തത്വമുണ്ട്. ഒരു ദിവസം നമ്മുടെ ഉണ്ണിക്കണ്ണൻ പതിവ് പോലെ രാവിലെ എണീറ്റ് കുളിയൊക്കെ കഴിഞ്ഞ് യശോദാമ്മ കുളിപ്പിച്ച് പുറപ്പെടുവിച്ച് എല്ലാ അലങ്കാരങ്ങളൊക്കെ ചെയ്ത് നിർത്തിയിരിക്കുക. നേരം വിളിച്ചാകുമ്പോൾ തന്നെ കൂട്ടുകാരൊക്കെ വരുമല്ലോ കളിക്കാൻ കൊണ്ടുപോകാനായിട്ടേ. അവരെ കണ്ടപ്പോൾ യശോദാമ്മ പറഞ്ഞു ഭഗവാന്റെ അടുത്ത്, ഉണ്ണി കണ്ണാ, ഇന്ന് കുറുമ്പൊന്നും കാണിക്കരുത് കേട്ടോ. എല്ലാ ദിവസവും എൻ്റെ ഉണ്ണി കുറുമ്പ് കാണിച്ചിട്ടാ വരിക. എല്ലാ ദിവസവും ഈ ഗോപികമാരുടെ പരാതികളും അമ്മ കേൾക്കുന്നുണ്ട്. ഇന്നെങ്കിലും അമ്മയുടെ ഉണ്ണി കുറുമ്പൊന്നും കാണിക്കരുത് കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ടാ യശോദാമ്മ ഉണ്ണീനെ പറഞ്ഞേക്കാം. ശരി അമ്മ, ഇന്ന് കണ്ണൻ നല്ല കുട്ടിയായിരിക്കും, ഒരു കുറുമ്പൊന്നും കാണിക്കില്ല എന്ന് പറഞ്ഞിട്ടാണ് ഭഗവാൻ ആ പടിക്കെട്ട് അങ്ങോട്ട് ഇറങ്ങാട്ടോ. ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അത് ഈ ചെവിയിലൂടെ എടുത്തിട്ട് ഈ ചെവിയിലൂടെ പുറത്ത് വിടുന്ന പോലെയാ എല്ലാം മറന്നിട്ടുണ്ടായിരിക്കും. എന്നിട്ട് പതിവ് പോലെ കുറുമ്പ് കാണിക്കാനായിട്ടാ പോകുക. കൂടെ അതിലും കുറുമ്പന്മാരായിട്ട് കൂട്ടുകാരും ഉണ്ടല്ലോ, എല്ലാത്തിനും കൂടെ നിൽക്കുന്ന കൂട്ടുകാരാ ഭഗവാന്റെ. അങ്ങനെ ഒരു ഗോപികയുടെ ഗൃഹത്തിൽ പോയിട്ടോ. അവിടെ എണ്ണ മോഷ്ടിക്കാൻ തന്നെയാണ് പദ്ധതി ഇട്ടിരിക്കുന്നത്. അപ്പോൾ കൂട്ടുകാരൊക്കെ ഉള്ളത് കൊണ്ട് അവരുടെയൊക്കെ സഹായത്തിലാണ് ഇന്ന് വെണ്ണ മോഷ്ടിക്കുന്നത് കേട്ടോ. ആദ്യം ഒരാളിങ്ങനെ ആനയുടെ പോലെ മുട്ടുകുത്തിയിരിക്കുന്നുണ്ട്. അതിന് മുകളിൽ ഒരു കുട്ടി കയറി നിൽക്കുന്നുണ്ട്. അതിന് മുകളിൽ ഒരു കുട്ടി, അതിൻ്റെ മുകളിലാണ് ഭഗവാൻ. എന്തിനാ അങ്ങനെ നിൽക്കുന്നതെന്നറിയോ? ആ ഗോപികയുടെ ഗൃഹത്തിലെ ഒരു ഉറിയിലെ കെട്ടി വെച്ചിരിക്കുകയാണ് വെണ്ണക്കുടം ഇങ്ങനെ വെച്ചിരിക്കുക. അത് മോഷ്ടിക്കാനാണ് ഭഗവാൻ ഈ പാടൊക്കെ പെടുന്നത്. അങ്ങനെ ഈ മോഷ്ടിക്കുന്ന ആ ഒരു സമയത്ത് ഭഗവാൻ നമുക്ക് പറഞ്ഞു തരുന്ന ഒരു തത്വമുണ്ട്. ഈ കുട്ടികൾ ഓരോന്നായിട്ടല്ലേ ഇങ്ങനെ നിൽക്കുന്നേ. അതിൽ ഏറ്റവും ചുവടെ നിൽക്കുന്ന കുട്ടി നമ്മുടെ ഇച്ഛാശക്തിയാണെന്നാ പറയാം. രണ്ടാമത് നിൽക്കുന്നത് ജ്ഞാനശക്തി, മൂന്നാമത് നിൽക്കുന്നതാണ് ക്രിയാശക്തി. നമ്മൾ എന്ത് പ്രവൃത്തികൾ ചെയ്യുമ്പോഴും നമുക്ക് ആദ്യം അതിനോട് ഒരു ഇഷ്ടമുണ്ടാകണം അല്ലേ. പിന്നെ നമുക്ക് വേണ്ടത് ജ്ഞാനമാണ്, ആ ചെയ്യുന്ന കാര്യത്തിലുള്ള അറിവാണ്. ഈ ഇഷ്ടവും അറിവും ഉണ്ടെങ്കിൽ മൂന്നാമതേതായിട്ടുള്ള ആ ഒരു പ്രവൃത്തി, ആ ഒരു ക്രിയ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അതാണ് ഭഗവാൻ നമുക്ക് കാണിച്ചു തരുന്നത്. എന്നിട്ട് ഈ വെണ്ണ എവിടുന്ന എടുക്കുന്നേ? ഉറിയിലെ 3 കയറുകൾ കൊണ്ടാണ് ഉറി തീർത്തിട്ടുണ്ടായിരിക്കുക. അതിന് നടുക്കാണ് വെണ്ണക്കുടം വെച്ചിട്ടുണ്ടായിരിക്കുക. ഈ ഓരോ കയറുകളും നമുക്ക് സൂചിപ്പിച്ചു തരുന്നത് ഭഗവാൻ അത് ഒന്ന് അഹമാണ്, ഒന്ന് കൽമഷമാണ്, ഒന്ന് മായയാണ്. ഇതിനുള്ളിലാണ് നമ്മുടെ മനസ്സാകുന്ന കുടമിരിക്കുന്നത്. അതിനുള്ളിലാണ് നമ്മുടെ ഭക്തി ഇരിക്കുന്നത്, ഭഗവാനോടുള്ള ഭക്തി. ആ ഭക്തിയാണ് ഭഗവാൻ നമ്മളിൽ നിന്ന് കവർന്നെടുക്കുന്നത്. അത്രയേറെ ഇഷ്ടമാണ് ഭക്തിയുള്ളവരെ ഭഗവാന്, അത്രയേറെ ഇഷ്ടമാണ്. എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിലും എന്തൊക്കെ അഹംഭാവങ്ങൾ ഉണ്ടെങ്കിലും അതെല്ലാം ആ കുടത്തിന് പുറത്തായിരിക്കണം, നമ്മുടെ മനസ്സിന് പുറത്തായിരിക്കണം. നമ്മുടെ മനസ്സിൽ വേണ്ടത് ശുദ്ധമായ ഭക്തിയായിരിക്കണം.